പച്ചപ്പും ഹരിതാഭയും നമ്മൾ സിനിമയിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ക്ലായിക്കോട് നാട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു തറവാടുണ്ട്. ഈ തറവാടിൻ്റെ ചുറ്റും വാഴയും ഒരുപാട് മരങ്ങളും തെങ്ങൊക്കെ ആയി ചുറ്റും പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചക്കളർ മാത്രം കാണാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ക്ലായിക്കോടിൻ്റെ സൗന്ദര്യമാണിത്. അപ്പോൾ ഇത് തറവാടിൻ്റെ ബിൽഡിങ്ങാണ്. ഈ 2 റൂമിനകത്ത് ചാലക്കാട്ട് ചെക്കിപ്പാറ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള കലശമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഒരു കെട്ടിടമാണിത്. ഇവിടെ വൈകുന്നേരം വിളക്കൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു തറവാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുറ്റും ഒരുപാട് മരങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തറവാടിൻ്റെ അടുത്ത് തന്നെ ഒരു ആൾമറയില്ലാത്തൊരു 1-2 കിണറുകളുണ്ട്. പിന്നെ ഒരുപാട് വാഴ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്ലാവ്, മാവ് തുടങ്ങിയിട്ടുള്ള മരങ്ങളുണ്ട്, പനയുണ്ട്. അപ്പോൾ ആ കാണുന്ന മുകൾ ആ സ്ഥലത്ത് പഴയ തറവാടുണ്ടായിരുന്ന സ്ഥലം അതാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് 1 മണിക്കൂർ ഇരുന്ന് പക്ഷികളുടെയൊക്കെ ശബ്ദം അനുഭവിച്ച് എല്ലാത്തരം വിഷമങ്ങളും മറക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രകൃതി കനിഞ്ഞ് നൽകിയ സൗന്ദര്യമാണ് ഈ ക്ലായിക്കോടിൻ്റെ മണ്ണിലെ ഈ ഒരു സ്ഥലം. ഞാനൊക്കെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ചുറ്റുപാട് വന്നത് വാഹനങ്ങളുടെയും മറ്റ് ആൾക്കാരുടെ ബാഹുല്യം കൊണ്ടും ശബ്ദങ്ങളും മലിനീകരണമൊക്കെ കൂടി വരുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാർ കുറവാണ്, വാഹനങ്ങൾ കുറവാണ്. എങ്ങും പ്രകൃതിയിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് ശബ്ദങ്ങൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലം. ഇതിനപ്പുറത്ത് വലിയൊരു വയലാണ്, അതിനപ്പുറത്ത് വലിയൊരു കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള അടക്ക മരങ്ങളും കവുങ്ങ് മരം, അതുപോലെ തന്നെ വാഴ, ഒരു ചെറുതല്ല വലിയൊരു കിണറുണ്ട് ഇവിടെ. നല്ല വളക്കൂറുള്ള മണ്ണാണ്. മുൻകാലങ്ങളിൽ വലിയ നിലയിലുള്ള കൃഷിയൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ തറവാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.